വാർത്തകൾ വ്യാജ പ്രചാരണം ഭയങ്കരമായിട്ട് നടക്കണം. നമ്മൾ ആലോചിക്കേണ്ടത്, കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നും നമ്മുടെ മുന്നിലേക്ക് മാധ്യമങ്ങൾ തരുന്നില്ല. നുണകളുടെ കുത്തൊഴുക്കാണ് മാധ്യമങ്ങളിലൂടെ ഉണ്ടായത്, പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകളിലൂടെ. നമ്മളൊരു വീഡിയോ കണ്ടാൽ വിശ്വസിക്കരുത് ഒറ്റയടിക്ക്, ദയവേത്. അതെന്തായിരിക്കും അപ്പൊ അതിന് കാരണം? അതിനൊരു രാഷ്ട്രീയമില്ലേ, ഒരു പൊളിറ്റിക്സ് ഇല്ലേ അതിൽ? എല്ലാം ഒന്ന് പറയാം. അപ്പം ഒരു മാധ്യമ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ അതല്ലേ യഥാർത്ഥ മാധ്യമം? അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല, ലാഭമല്ലേ ഉണ്ടാകുന്നുള്ളൂ. ഇതല്ലേ ഇവരുടെ പണി എന്ന് വിചാരിച്ചാൽ അങ്ങനെ അല്ല. അങ്ങനെ അല്ലാത്തത് എന്തുകൊണ്ടാണ്? അല്ലാത്തത് കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നരിവേട്ട എല്ലാവരും കണ്ടോ? ആരെങ്കിലും ഒക്കെ കണ്ടോ നരിവേട്ട? കണ്ടോ? കണ്ടില്ല? എന്നാ പെട്ടെന്ന് പോയി കാണണം. കാരണം ചരിത്രം പറയുന്ന ഒരു സിനിമയാണ്. ചരിത്രം നമുക്ക് മുന്നിൽ അടയാളപ്പെടുത്തിയത്. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള ഒരു കാലം, 2003 കേരളത്തിൽ നടന്ന, വയനാട്ടിൽ നടന്ന മൃഗീയമായ ഒരു നരനായാട്ടിന്റെ ചരിത്രം പറയുന്ന ഒരു സിനിമയത്. അതിന്റെ വസ്തുത അറിയാൻ നമ്മൾ അന്വേഷിച്ചു പോകണം. അതാ സത്യം എന്താ? നിങ്ങൾ നേരത്തെ പറഞ്ഞ എമ്പുരാൻ കണ്ടിട്ട് സത്യം എന്താണെന്ന് അറിയാൻ ഒത്തിരി പേര് ഗൂഗിളിൽ തിരഞ്ഞില്ലേ, ഗുജറാത്തിലെ കലാപം എന്താണെന്ന് അറിയാൻ. അപ്പൊ ഇതും നിങ്ങൾ അതിന്റെ വസ്തുത അറിയാൻ അന്വേഷിച്ചു പോകണം. മാധ്യമങ്ങൾ പറയുന്നത് മാത്രം പൂർണ്ണമായി വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയമാണ്. നമ്മളിവിടെ ബഹുഭൂരിപക്ഷം പേരും ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പമുള്ള ആളുകളാണ് കൂടുതലും. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരു മാധ്യമ സെമിനാറിനെ ആണ്, മാധ്യമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പത്രം വായിക്കുന്നവർ ഇതിൽ എത്ര പേരുണ്ട്? ഇന്ന് കൈ പൊക്കിക്കേ, ധൈര്യം ഉണ്ടെങ്കിൽ കൈവക്കും. ഇവിടെ മുതിർന്ന എല്ലാവരും തന്നെ കൈവക്കിയിട്ടുണ്ട്. താരതമ്യേന ചെറുപ്പക്കാരും അങ്ങനെ അധികം കൈവക്കിയിട്ടില്ല. ടെലിവിഷനിൽ വാർത്ത കാണുന്നവർ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഇപ്പൊ ഏകദേശം എനിക്ക് ചിത്രം വ്യക്തമായി. ഇനി സോഷ്യൽ മീഡിയയിൽ വരുന്ന ചെറിയ റീൽസിലൂടെയും അല്ലെങ്കിൽ ചെറിയ കാർഡുകളിലൂടെയും ഫേസ്ബുക്ക് അല്ലെങ്കിൽ വേണ്ട പോട്ടെ, ഫേസ്ബുക്കിലൂടെ ഈ വാർത്ത അറിയുന്ന എത്ര പേരുണ്ട്? ഇൻസ്റ്റാഗ്രാമിലൂടെ വാർത്ത അറിയുന്ന എത്ര പേരുണ്ട്? അപ്പൊ ഇവിടെ ഒരു മീഡിയ സെമിനാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് സെമിനാർ നടത്തണം, വേണ്ട? ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങൾ വാർത്ത അറിയാറുണ്ടോ? ഉണ്ടോ? ചെറിയ റീൽസിലൂടെയൊക്കെ. ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളോട് ആദ്യം പറയുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് വളരെ രസകരമായ കണ്ടന്റ് ധാരാളം കിട്ടും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത, അത് നമ്മൾ എവിടെയാണോ കാര്യങ്ങളൊക്കെ തിരയുന്നത് ആ മട്ടിലുള്ള സംഗതികൾ മാത്രമേ നമ്മളെ കാണിച്ചു തരത്തുള്ളൂ. നമുക്കിപ്പോ ഡാൻസ് കാണാനാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ നിരന്തരം ഡാൻസ് കാണിച്ചുകൊണ്ടിരിക്കും. നമുക്ക് പാട്ട് കേൾക്കാനാണ് ഇഷ്ടമെങ്കിൽ പാട്ട് കൂടുതൽ കേൾപ്പിക്കും. വണ്ടി കാണാനാണ് ഇഷ്ടമെങ്കിൽ വണ്ടി കൂടുതൽ നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കും. നമുക്ക് സൗന്ദര്യ സംരക്ഷണമാണ് നമ്മുടെ ലക്ഷണമെങ്കിൽ നമുക്ക് ബ്യൂട്ടി ടിപ്സ് നിരന്തരം തന്നുകൊണ്ടിരിക്കും. നമുക്ക് പ്രകൃതി ദൃശ്യങ്ങൾ കാണാനാണ് ഇഷ്ടമെങ്കിൽ നമ്മളെ പ്രകൃതി ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. അല്ലേ? ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാര്യങ്ങൾ കിട്ടുന്നത്? എനിക്കും അതെ. ഞാനൊക്കെ റീൽസ് കണ്ട് കുത്തിയിരുന്ന റീൽസ് കാണാറുണ്ട്. പക്ഷെ നമ്മൾ ഏതാണ് കാണേണ്ടത് എന്നുള്ളത് തെരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മളെ യുവാക്കളെല്ലാം കൂടെ വഴിതെറ്റിച്ച് കളയും. കാര്യം വാർത്തകൾ വ്യാജ പ്രചാരണം ഭയങ്കരമായിട്ട് നടക്കണം. ഇപ്പൊ ഇവിടുത്തെ ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേരളത്തിൽ എന്ത് മദ്യം ഒഴുകുകയാണ്. ഇങ്ങനെ ഇവിടെ മദ്യപാനികളുടെ നാടാണ്, നശിച്ചു കേരളം. കണ്ടിട്ടുള്ളവരില്ലേ ഇങ്ങനെ പറയുന്ന ചില ചേട്ടന്മാരും ചേച്ചിമാരിൽ നിന്ന് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ പറയുന്നത് കണ്ടിട്ടില്ലേ? ഇല്ലേ? ആരും കണ്ടിട്ടില്ലേ? അപ്പൊ ആ റൂട്ടിലേ അല്ല നിങ്ങൾ പോകുന്നത്. അതിനേക്കാൾ എനിക്ക് നൃത്തത്തെ കുറിച്ചും പാട്ടിനെ കുറിച്ചും ബ്യൂട്ടി ടിപ്സിനെ കുറിച്ചും ഒക്കെ ചിലപ്പോൾ പറയേണ്ടി വരും. അല്ലേ? കുഴപ്പമില്ല, ഡാൻസ് ഗംഭീരമല്ലേ. കാരണം നൃത്തം അല്ലെങ്കിൽ നമ്മുടെ ഒരു സംഗീതത്തിലുള്ള നമ്മുടെ കഴിവ്, ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ കിട്ടുന്ന ഒരു സ്പേസ് എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയ അപാരമായ സാധ്യത നമുക്ക് തരുന്നുണ്ട്. എല്ലാ കണ്ടെത്തലും 2 തരത്തിലാണ് പ്രവർത്തിക്കുക. ഒന്നാമത്, മിക്കവാറും കണ്ടെത്തലെല്ലാം ഈ പറയുന്നത് പോലെ ഒരു മുതലാളിത്തത്തിന്റെ കണ്ടെത്തലായിരിക്കും. ആ കണ്ടെത്തൽ ഒന്നാമത്തെ ലക്ഷ്യം അതിന് ലാഭം ഉണ്ടാക്കുക, ഒന്ന് അവരുടെ ഒരു ആശയ പ്രചാരണവും
മുതലാളിത്ത സങ്കല്പങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതൊക്കെ ഒന്നാമത്തെ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ രണ്ടാമത്തെ സംഗതി പ്രയോജനപ്പെടുത്താൻ നമുക്ക് പറ്റും. കാരണം അത് സമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിനെ നമുക്ക് ഒരു പരിധി ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഞാൻ നേരത്തെ ചോദിച്ച കാര്യമുണ്ടല്ലോ, കേരളം ഏറ്റവും മദ്യപാനികളുടെ സംസ്ഥാനമാണെന്ന് പറയുന്നുണ്ട്. അത് ഒത്തിരി ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. മദ്യപാനത്തിന്റെ കാര്യത്തിൽ കേരളം ആദ്യത്തെ 10ഓ 15ഓ സ്ഥാനത്ത് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര മദ്യപാനികളാണ്. ഈ റോഡുകൾ മുഴുവൻ കുളമാണല്ലോ എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില ഈ റോഡ് മുഴുവൻ കുഴിയാണ്. ഈ സർക്കാർ എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ലേ? ഇവിടെ വലിയ ഹൈവേയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതിന് മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ടല്ലോ. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗട്ടർ ചൂണ്ടിക്കാണിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യാം. എല്ലാവരും മാധ്യമ പ്രവർത്തകരായി. എല്ലാവർക്കും മാധ്യമ പ്രവർത്തനം എന്നുള്ളത് ആ നിലയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഫോൺ ഉണ്ടെങ്കിൽ എന്തിനെ കുറിച്ചും പറയാം. നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതിനുള്ള ഒരു വേദിയുണ്ട്. പണ്ട് അങ്ങനെയൊന്നും ഇല്ല. കഴിഞ്ഞ 10ഓ 15ഓ വർഷമായിട്ടാണ് ഇതൊക്കെ ഉള്ളത്. അതിനും ഇങ്ങനെയൊന്നുമില്ല. ഈ ഫോൺ എന്ന് പറയുന്ന പരിപാടിയില്ല. നമുക്ക് വല്ലപ്പോഴും അല്ലാത്ത ടെലിഫോണിലാണ്, ഈ മൊബൈൽ ഫോണിലല്ല. ഞാനൊക്കെ നിങ്ങളുടെ പ്രായമുള്ള സമയത്ത്, ഇതിൽ ബഹുഭൂരിപക്ഷത്തിന്റെ പ്രായത്തിൽ ഞാനുള്ള സമയത്ത് ഫോൺ എന്ന് പറഞ്ഞ പരിപാടിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു. വീട്ടിൽ ടി വി ഇല്ല. ടി വി വെച്ച് എന്തെങ്കിലുമൊക്കെ ഈ വാർത്ത ആ നിലയ്ക്ക് അറിയാമെന്ന് വെച്ചാൽ അതും ഇല്ല. പത്രം വായിച്ചറിയാം. കഴിഞ്ഞ 25 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഭയങ്കര മാറ്റം ഉണ്ടായി. അന്നൊക്കെ പത്രത്തിലൊരു ഒരു വാർത്ത അച്ചടിച്ചു വരും. ഇതേ ഇവിടെ റോഡിൽ കുഴിയുണ്ട് കേട്ടോ, ഇങ്ങനെ ഇവിടെ വേണ്ട രീതിയിൽ ആളുകൾ പണിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ അച്ചടിച്ചു വരുന്ന വാർത്ത അങ്ങനെ തന്നെ നമ്മൾ തൊടാതെ വിഴുങ്ങണം. അത് വിശ്വസിക്കണം. അത് സത്യമാണോ അസത്യമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗവും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറയും പണ്ട് മാധ്യമങ്ങൾ ഗംഭീരമായിരുന്നു എന്ന മട്ടിൽ എല്ലാവരും പറഞ്ഞു വയ്ക്കാം. ഇപ്പോൾ ഉള്ള മാധ്യമങ്ങളെല്ലാം കുഴപ്പമാണ്. ഒരു കാലത്തും മാധ്യമങ്ങൾ അങ്ങനെ ഗംഭീരമായി ഇരുന്നിട്ടില്ല. എല്ലാ കാലത്തും മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായ ലക്ഷ്യം ഉണ്ടായിരുന്നു, മാധ്യമങ്ങളുടെ താല്പര്യമുണ്ടായിരുന്നു, മാധ്യമങ്ങളുടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പണ്ട് പത്രത്തിനതായിരുന്നെങ്കിൽ ഇപ്പോ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പറയുന്ന സോഷ്യൽ മീഡിയയ്ക്ക് അടക്കം അവരവരുടെ രാഷ്ട്രീയമുണ്ട്. മനസ്സിലായില്ലേ? പല അതായത് ഇപ്പോ ഉദാഹരണത്തിന് പറഞ്ഞാല് നിങ്ങളിപ്പോ എമ്പുരാൻ മിക്കവാറും എല്ലാവരും കണ്ടു കാണുമല്ലോ. കണ്ടോ? എന്താണ് നിങ്ങളൊന്നും എമ്പുരാനൊന്നും കാണാറില്ല. കണ്ടോ? അതോ കാണിക്കാൻ ആരും കൊണ്ടുപോയില്ല എന്നാണോ പലരുടെയും പ്രശ്നം? എന്തായാലും എമ്പുരാൻ എന്ന സിനിമ ഗുജറാത്തിലുണ്ടായ വലിയൊരു കലാപത്തെ കുറിച്ചായിരുന്നു അല്ലേ? നമുക്ക് ഈ വിവരങ്ങളൊക്കെ എല്ലാ വിവരവും കിട്ടുന്ന സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ എല്ലാ വിവരവും കിട്ടുന്ന ഡിജിറ്റൽ സ്പേസിൽ നിങ്ങൾക്ക് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് എന്ത് കിട്ടും? ഇപ്പൊ ഞാൻ ആ കാലത്ത് വായിച്ച പല ആർട്ടിക്കിളുകളും ഈ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴും നമുക്ക് കിട്ടാനില്ല. അന്നത്തെ പല മാധ്യമങ്ങളുടെ തലക്കെട്ടും നമുക്ക് കിട്ടാനില്ല. അപ്പൊ എന്താ കാരണം? ചിലത് വായിച്ചാൽ മതി എന്നുള്ള തീരുമാനം എവിടെയോ ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള എഡിറ്റിങ് ഈ മാധ്യമങ്ങളിലെല്ലാം നടന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് കിട്ടുന്ന സ്ഥലമല്ല ഡിജിറ്റൽ സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളോടൊപ്പം ചാറ്റ് GPT ഡീപ് സീക്കും ഒക്കെ നിങ്ങൾ നോക്കാറുണ്ടോ? AI ടൂളുകൾ ഉണ്ടോ? ചിലരെങ്കിലും നോക്കാറുണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാ വിവരം അവിടുന്ന് കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സങ്കല്പം. ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കാൻ ഒരു AI ടൂളിലേക്ക് പോയാൽ നമുക്ക് പറ്റും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ എന്താ കുഴപ്പമെന്നറിയാമോ? അതിലിപ്പോ നമ്മൾ പോയിട്ട് ജെമിനി എന്ന് പറയുന്ന ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് AI ടൂളിൽ പോയിട്ട് നമ്മൾ ചോദിക്കുകയാണ്, എന്നാ ശരി നിങ്ങൾ പറഞ്ഞു തരൂ, ഇവിടെ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഗുജറാത്തിൽ ഇങ്ങനെ കലാപം ഉണ്ടായതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണം, നിങ്ങളൊന്ന് എടുത്തു തരാൻ പറഞ്ഞാൽ അപ്പൊ നമ്മളോട് പറയും എനിക്ക് രാഷ്ട്രീയം പറയുന്നതിന് ചില പരിമിതിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേറെ വല്ല മാർഗവും നോക്കുക. ഇങ്ങനത്തെ AI ടൂളുകളാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പൊ നമുക്കൊന്നും അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വസ്തുതാപരമായി ഒന്നുമില്ല. പിന്നെ വ്യാജ പ്രചാരണങ്ങൾ ഏറ്റവും കൂടുതൽ ഈ മട്ടിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മട്ടിലുള്ള നുണപ്രചാരണങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? റോഡിന്റെ കാര്യം അല്ലേ? റോഡിന്റെ കാര്യം ഇവിടെ എങ്ങും റോഡില്ലെന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് സാന്ദ്രത, റോഡ് എന്ന് പറയുന്ന സംവിധാനമുള്ള സ്റ്റേറ്റ് ഏതാ അറിയാമോ? നിങ്ങൾ ഉത്സാഹിച്ചില്ല, ഞാൻ ഇപ്പം നിർത്തി അവസാനിപ്പിച്ചു പോകും. ഏറ്റവും റോഡ് സാന്ദ്രതയുള്ള സ്റ്റേറ്റ് കേരളമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ എല്ലാം റോഡ് കുളമാണെന്നാണ്.
ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പിള്ളേർ ഇപ്പൊ നിങ്ങൾക്കൊക്കെ വിദേശത്ത് പോകാനൊക്കെ പലർക്കും പ്ലാൻ കാണുമല്ലോ. അപ്പൊ ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊന്നും പോരാ. ഇവിടുന്ന് എല്ലാവരും വിദേശത്തേക്ക് പൊക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നവരെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടാവും. ശരിക്കും ഇവിടുന്നുള്ള എല്ലാവരും വിദേശത്തേക്ക് പോവുകയാണോ? ആണോ? അല്ല. അത് മാത്രമല്ല, വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനമോ രണ്ടാമത്തെ സംസ്ഥാനമോ മൂന്നാമത്തെ സംസ്ഥാനമോ നാലാമത്തെ സംസ്ഥാനമോ അല്ല കേരളം എന്നുള്ളതാണ് സത്യം. പക്ഷേ നമുക്ക് മുന്നിലുള്ള വാർത്തകൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത് അങ്ങനെയാണ് എന്നാണ്, അല്ലേ? അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നും നമ്മുടെ മുന്നിലേക്ക് മാധ്യമങ്ങൾ തരുന്നില്ല. അതെന്തായിരിക്കും ഇപ്പൊ അതിന് കാരണം? അതിനൊരു രാഷ്ട്രീയമില്ലേ, ഒരു പൊളിറ്റിക്സ് ഇല്ലേ അതിൽ? എല്ലാം അങ്ങ് പറഞ്ഞു. അപ്പം ഒരു മാധ്യമ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങ് പറഞ്ഞിട്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ അതല്ലേ യഥാർത്ഥ മാധ്യമം? അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല, ലാഭമല്ലേ ഉണ്ടാകുന്നുള്ളൂ. ഇതല്ലേ ഇവരുടെ പണി എന്ന് വിചാരിച്ചാൽ അങ്ങനെ അല്ല. അങ്ങനെ അല്ലാത്തത് എന്തുകൊണ്ടാണ്? അല്ലാത്തതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നത്. സമ്പൂർണമായി സ്വതന്ത്ര മാധ്യമങ്ങൾ, ചിലർ പറയും, ഇപ്പൊ ഞാനത് ചിലപ്പോൾ എല്ലാവരും അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ബാക്കി ഇവിടെ എന്താണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് പറയാം. ഇപ്പോഴും ഒരു സെമിനാറൊക്കെ ഉണ്ടായാൽ എന്താ പറയുക, ഇവിടെ സ്വതന്ത്ര മാധ്യമങ്ങൾ ഉണ്ടാവണം എന്ന് പറയും. എങ്കിലേ കാര്യങ്ങൾ ആളുകൾ സ്വതന്ത്രമായി അറിയുന്ന സ്ഥിതി ഉണ്ടാവുന്നു. സ്വതന്ത്ര മാധ്യമങ്ങളാണ് ഇതെല്ലാം. സ്വതന്ത്രമായി അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന മാധ്യമങ്ങളാണ് ഇതെല്ലാം. ഇവിടെ വേണ്ടത് എന്താണ്? മാധ്യമ സ്വാതന്ത്ര്യമാണ്. ആ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ എവിടെയാണ്? നമ്മളങ്ങ് പറയാം 151 സ്ഥാനത്താണ്. ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മാധ്യമ സ്വാതന്ത്ര്യം. എന്താണ് ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? നമുക്കൊരു തെറ്റ് കണ്ടാൽ അതിന്റെ വസ്തുത പൂർണ്ണമായി ജനങ്ങളെ സത്യസന്ധമായി അറിയിക്കാൻ പറ്റുന്ന ഒരു സാധ്യത എവിടെ ഉണ്ടാവണം. പക്ഷെ അങ്ങനെയാണോ മാധ്യമങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്? എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ടെലിവിഷൻ ഒന്നും കാണുന്നില്ല എന്ന് പറയുന്ന നിങ്ങൾ എല്ലാവരും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ ടെലിവിഷൻ വെച്ച് നോക്കിയിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടാവില്ലേ? ഇല്ലേ? എന്താ ഇവിടെ കണ്ടത്? യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഒരു പരിധി വരെ ഇന്ത്യൻ മാധ്യമങ്ങളുടെ പൊതു സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ തരക്കേടില്ലാതെ റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് പോലും നുണകളുടെ കുത്തൊഴുക്കാണ് മാധ്യമങ്ങളിലൂടെ ഉണ്ടായത്, പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകളിലൂടെ. ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ സംഘർഷം. ഓക്കെ, നമ്മുടെ ഒരു നിതാന്ത ശത്രുവിനെ നമ്മൾ അങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന മട്ടിലാണ് അവരോട് യുദ്ധം ചെയ്യാനായിട്ട് ഈ പറയുന്ന വാർത്ത വായിക്കുന്ന ചേട്ടന്മാരെല്ലാം കൂടെ, ചേച്ചിമാരും എല്ലാം കൂടെ യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ട് എന്ന മട്ടിലാണ് നമുക്ക് തോന്നുക. ഇവരവിടെ എന്തോ മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുകയാണെന്ന് തോന്നുന്ന മട്ടിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. സത്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം നടന്നോ? ഇല്ലടോ. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ അത് യുദ്ധമല്ലായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ പണ്ട് യുദ്ധം നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നടന്നത് സംഘർഷം. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? യുദ്ധം. ഇത് രണ്ട് സംഗതിയാണ്. ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സംഗതി അല്ല. ഇപ്പൊ ഒരു യുദ്ധം നടക്കുന്ന മേഖല ഏതാണ്? യുദ്ധം എന്നൊന്നും പറയാനില്ല, കൂട്ടക്കൊല നടക്കുന്ന ഒരു മേഖല ഏതാ ലോകത്ത്? ഗാസ, പലസ്തീനിൽ ഗാസയിൽ കൂട്ടക്കൊല നടക്കുകയാണ്. എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ പ്രഖ്യാപന നിലപാട് പലസ്തീനൊപ്പമാണ്. പക്ഷേ നമ്മുടെ ഭരണകൂടവും നമ്മുടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയും അതിനൊപ്പം നിൽക്കുന്നവരും എല്ലാം നമുക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതീതി എന്താണ്? നമ്മൾ ഇസ്രയേലിന്റെ ഒപ്പമാണ് എന്നുള്ള പ്രതീതിയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഈ കൂട്ടക്കുരുതിക്ക് നമ്മളും കൂടി കൂട്ടു നിൽക്കുന്നു, അതിലൊരു ന്യായമുണ്ട് എന്ന മട്ടിലാണ് നമ്മളും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങൾ പോലും ആ നിലയ്ക്കാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ട് യാസർ അറഫത്തിന്റെ കാലത്ത് അവിടെ 10 പേർ കൊല ചെയ്യപ്പെട്ടാൽ അതൊരു വലിയ വാർത്തയായി ഈ ലോകം അറിഞ്ഞിരുന്നു, നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ഇന്ത്യ പ്രത്യേകിച്ച് അത് ചർച്ച ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എത്ര പേര് കൊല്ലപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാം? ഈ വടകര താലൂക്കാണല്ലോ അല്ലെ? വടകര താലൂക്കിനേക്കാൾ ചെറിയൊരു പ്രദേശം, അതായത് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്കിന് 372 സ്ക്വയർ കിലോമീറ്റർ എങ്ങാണ്ടാണ് വിസ്തൃതി. വെറും 360 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഗാസ എന്ന സ്ഥലത്ത്, അപ്പൊ അതായത് ഈ വടകര മണ്ഡലത്തിൽ അല്ലെങ്കിൽ വടകര താലൂക്കിൽ ഒറ്റയടിക്ക് ഒരു 1-2 വർഷം കൊണ്ട്
നിരന്തരം ബോംബ് വർഷിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതി എന്താ എങ്ങനെ ഇരിക്കും? അവിടെയുള്ള ഈ വടകര താലൂക്കിലുള്ള 50,000 പേർ 2 വർഷം കൊണ്ട് കൊല്ലപ്പെടുന്നു എന്നുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാവും? കൊല്ലപ്പെടുന്നു എന്നുള്ള സാഹചര്യം. ഒരാഴ്ച ഭക്ഷണം എത്തിക്കാൻ വൈകിയാൽ 18,000 കുട്ടികൾ വിശപ്പ് കൊണ്ട് മരിക്കും എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാവുന്ന ഒരു വടകര താലൂക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതാണ് യുദ്ധം. അപ്പോഴാണ് ഇവിടെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ചില ആളുകൾ ഇങ്ങനെ മുറവിളി കൂട്ടുന്നത്. യുദ്ധം വേണം, യുദ്ധം വേണം. എവിടെ നോക്കിയാലും അതെ അല്ലേ? സോഷ്യൽ മീഡിയയിലടക്കം തകർക്കണം, പാകിസ്ഥാനിൽ കയറി അടിച്ച് തകർക്കണം എന്നുള്ള മുറവിളിയാണ്. യുദ്ധം അങ്ങനെ ഏകപക്ഷീയമല്ല ഒരിടത്തും. യുദ്ധത്തിൽ ഇരുപക്ഷത്തിലും നഷ്ടമുണ്ടാവും. ആ നഷ്ടം അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ ഒരുപക്ഷെ നമ്മളൊക്കെ അനുഭവിക്കും. കാരണം 2 ആണവ രാഷ്ട്രങ്ങളാണ്. ഗാസയിൽ കണ്ടതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായ കാര്യങ്ങൾ നടക്കണം. ഒരു താലൂക്ക് മാത്രം, ഒരു താലൂക്കിന്റെ വലിപ്പമുള്ള ഒരു പ്രദേശത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്താണ്? അങ്ങേയറ്റത്തെ ജിങ്കോയിസം. ഭയങ്കര എന്താണ് ഒരു നായക തുല്യമായ കാര്യം ഇങ്ങനെ ഒരു യുദ്ധത്തിൽ ചെയ്യുന്നത്. ഒരു യുദ്ധം എന്നത് ഒഴിവാക്കാനാവാത്ത ഒരു സാഹചര്യം ഉള്ളപ്പോൾ മാത്രം സംഭവിക്കേണ്ട ഒന്നാണ്. ഒരാവശ്യവും ഇല്ലാതെ ചെയ്യേണ്ട ഒന്നല്ല യുദ്ധം എന്ന് പറയുന്നത്. ഇവിടേക്ക് ഇന്ത്യയിൽ പഹൽഗാമിൽ ഇന്ത്യക്കാരായ 13 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വളരെ സാധാരണക്കാരായ പൗരന്മാരെ ഭീകരവാദികൾ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടി ഉറപ്പായി കൊടുക്കണം. ആ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഭീകരവാദികളെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഒത്തിരി ചോദ്യമുണ്ട്. എങ്ങനെയാണ് ഇത്രയും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായതെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്, ഇല്ലേ? ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ ഒരു മുഖ്യമന്ത്രി വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾ പോലീസൊക്കെ നിന്ന് അവരെ ആളുകളെ നിയന്ത്രിക്കുന്നതും സുരക്ഷാ പരിശോധനയൊക്കെ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ അതിനേക്കാൾ എത്രയോ മടങ്ങ് സുരക്ഷ വേണ്ട ഒരു സ്ഥലമാണ് എന്തായാലും കാശ്മീർ. കാരണം അവിടെ എന്നും പ്രശ്നം നടക്കുന്നതാണ്. ഒരു പോലീസുകാരനില്ലായിരുന്നു അവിടെ. ഈ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ഒരു പോലീസുകാരൻ പോലും ഇല്ലാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ആളുകൾ എങ്ങനെയാണ് ഇവിടേക്ക് ഈ ഭീകരവാദികൾ എത്തിയത്? എങ്ങനെയാണ് ഈ 10-26 പേരെ കൂട്ടക്കൊല ചെയ്തത്? അത് അന്വേഷിക്കണം. അതിന്റെ കാരണം കണ്ടെത്തണം. ആ ഭീകരവാദികൾക്കെതിരെ ശക്തമായ തിരിച്ചടി കൊടുക്കണം. അത് ചെയ്യാം. പക്ഷേ ഒരു യുദ്ധമുണ്ടാവുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുക, ഒരു യുദ്ധത്തിലേക്ക് തന്നെ പോകുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കുക, ആളുകളെ ആ ജിങ്കോയിസം എന്ന് പറയുന്നത്, ഈ യുദ്ധഭ്രാന്തിന് ജിങ്കോയിസം എന്ന് പറയുന്നത്, ആ യുദ്ധഭ്രാന്തിലേക്ക് കൊണ്ടുവിടുക. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇവിടുത്തെ മാധ്യമങ്ങൾ. യഥാർത്ഥത്തിൽ ഈ സുരക്ഷാ വീഴ്ചയെല്ലാം സമ്പൂർണ്ണമായി ഈ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്ന പ്രതീതിയാണ് ഉണ്ടായത്. ഈ ചോദ്യങ്ങളൊന്നും ഒരുത്തനും ചോദിച്ചില്ല. പകരം എന്താ? ആ യുദ്ധം ചെയ്യട്ടെ, യുദ്ധം അടിച്ചു പൊളിക്കാൻ, തകർക്കാം, ഇതാണ് മൂഡ്. അങ്ങനെ ശരി? അങ്ങനെയാണോ ചെയ്യേണ്ടത്? നമ്മൾ മാധ്യമങ്ങൾ ആ സമയത്ത് യുദ്ധം എന്ന് അവർ പ്രഖ്യാപിച്ച് നടപ്പാക്കിയ സമയത്ത് പറഞ്ഞ പച്ച കള്ളങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? നമ്മളൊക്കെ ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചു. ടൈംസ് നൗ ഭാരത് എന്ന് പറയുന്നത്, ടൈംസ് നൗ ഭാരത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അതായത് ബെന്നറ്റ് ആൻഡ് കോൾമാൻ കമ്പനിയുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് ടൈംസ് നൗ. ഈ ടൈംസ് നവഭാരത് പറഞ്ഞ എന്താണെന്നറിയോ? ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലേക്ക് കടന്നതാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലേക്ക് കടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഏറ്റവും എക്സ്ട്രീം സ്റ്റെപ്പാണ് ഒരു യുദ്ധത്തിൽ. ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്നപ്പുറത്തേക്ക് പ്രവേശിച്ചുകൊണ്ടുള്ള യുദ്ധത്തിൽ കരസേന ഏർപ്പെടുന്നു എന്നുള്ളത്. ഒരു ദിവസം ഈ നുണയവർക്ക് ഓടിക്കാൻ പറ്റി. ഒരു ദിവസം ഇതുകൊണ്ട് സംഭവിച്ചതെന്നറിയാം, ഈ ലോകം മുഴുവൻ നമുക്ക് നാണക്കേടുണ്ടായി. ഈ മാധ്യമങ്ങൾ ലോകം മുഴുവൻ ഈ രാജ്യത്തെ നാണം കെടുത്തി എന്നുള്ളതാണ്. മാത്രമല്ല ഇസ്ലാമാബാദ് പിടിച്ചെടുത്തു എന്നാണ് സീ ന്യൂസ് പറഞ്ഞത്. ഇസ്ലാമാബാദ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ തലസ്ഥാനം. അത് പിടിച്ചെടുത്തു എന്നാണ് സീ ന്യൂസ് പറഞ്ഞത്. ആലോചിച്ചു, ഒരു ചാനലാണ്, അതായത് അത്രയധികം വ്യൂവർഷിപ്പുള്ള ഒരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം, ഒരു ടെലിവിഷൻ ചാനൽ ആ നിലയ്ക്കുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. അത് മാത്രമല്ല, ഇപ്പൊ ആജ് തക്ക് പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഈ തീവ്രവാദികൾ സൈനിക യൂണിറ്റുകളിൽ ആക്രമണം നടത്തി എന്ന് പറഞ്ഞു. ഇന്ത്യൻ സൈനിക യൂണിറ്റുകളിൽ എന്ന് വെച്ചാൽ ആളുകളിൽ കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കുക, കൂടുതൽ ആശങ്ക ഉണ്ടാക്കുക, യുദ്ധത്തിന് വേണ്ടിയുള്ള മുറപ്പാടുകളിൽ കൂടുതൽ സജീവമാക്കുക.
ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സുരക്ഷാ വീഴ്ച എന്നത് സമ്പൂർണ്ണമായി മറച്ചു വെച്ചു, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളിലേക്ക് പോകാതെ അതിനപ്പുറത്തുള്ള വേണ്ട, നമുക്കിപ്പോൾ ഒരു നടപടിയൊക്കെ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം. പക്ഷേ യുദ്ധത്തിന് വേണ്ടിയുള്ള മുറവിന് പ്രചാരണവും എന്തിനാണ് എന്നുള്ള പ്രശ്നമുണ്ട്. പലപ്പോഴും മാധ്യമങ്ങൾ വീണു പോകുന്നതാണ്. ഇപ്പൊ കറാച്ചി പോർട്ട് ആക്രമിച്ചു എന്നുള്ളത്, അതാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ പരിഹസിക്കാൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. കറാച്ചി പോർട്ട് ഇന്ത്യ ആക്രമിച്ചു, അവിടെ പോയി കിടന്നിട്ട് ആക്രമിച്ചു. ഇതിനകത്ത് യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുദ്ധം എപ്പോഴെങ്കിലും സംഭവിക്കുന്നതായിരിക്കും. സ്വന്തം രാജ്യം പങ്കെടുക്കുന്ന ഒരു യുദ്ധം വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്ന കാര്യം. അപ്പൊ അത് എല്ലാവരും റിപ്പോർട്ട്, ഇപ്പൊ ഞങ്ങൾ തന്നെ പറയും, ഇപ്പൊ ഈ കാർഗിൽ വാറാണ് ഏറ്റവും ഒടുവിൽ ഒരു ഭാഗിക യുദ്ധം എന്ന് പറയുന്നത്. അത് റിപ്പോർട്ട് ചെയ്ത മലയാളം ടെലിവിഷനിലെ ജേർണലിസ്റ്റുകൾ ഇപ്പോഴും ആയിട്ടുള്ളത് 4 പേരാണ്. അതിനപ്പുറത്തുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷെ ഇത് പഠിക്കണമല്ലോ, പഠിച്ചു വേണം അത് റിപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ വസ്തുത തന്നെ വേണം പറയാൻ. കറാച്ചി പോർട്ട് ആക്രമിച്ചു എന്ന് പറയുന്നത് എന്താണ്? INS വിക്രാന്ത്. INS വിക്രാന്ത് എന്താണ്? ഒരു നാവികസേനയാണ്. നാവികസേനയുടെ നാവികസേന ഒരു യുദ്ധമുഖത്തേക്ക് ഇറങ്ങുക. ഏറ്റവും ഒടുവിലാണ് നാവികസേന കടക്കുക. ഇത് സംഘർഷം ആരംഭിച്ച് രണ്ടാമത്തെ ദിവസമല്ല, 1ാമത്തെ ദിവസം ഈ മാധ്യമങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അവിടെ INS വിക്രാന്ത് കറാച്ചി ആക്രമിച്ചു എന്ന്. അപ്പൊ അതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നില്ല. ഇപ്പൊ എല്ലാ വാർത്തയും ആദ്യം കൊടുക്കണം. ഇപ്പൊ നമ്മളൊക്കെ, ഞാൻ സമാന്തരമായി ഇതിനൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ മുഖ്യധാരാ മാധ്യമത്തിൽ തന്നെ ഇപ്പൊ വീണ്ടും ജോലി ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ഈ തെറ്റുകളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. കറാച്ചിയിലെ ആക്രമണം എന്നുള്ള വാർത്ത അടക്കം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു കാരണമുണ്ട്. അതിൽ തെറ്റ് കാണുമ്പോൾ ആ നിമിഷം നമ്മൾ തിരുത്തി, ആ നിമിഷം തന്നെ. പിന്നെ ആ തെറ്റ് എങ്ങനെയാണ് സംഭവിച്ചത് എന്നത് കൂടി ഒരു പ്രശ്നമാണ്. ഇപ്പോ ബർഖാദത്തിനെ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കം ഇത് സ്ഥിരീകരിക്കുന്നു. എന്നിട്ടും നമ്മളൊന്നും കൊടുത്തില്ല. അതൊക്കെ ബാക്കി മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത പോകുമ്പോൾ നമ്മളുടെയൊക്കെ ഡെസ്കിൽ ഇരുന്ന് പിള്ളേർ ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥരാകുന്നുണ്ട്. ചേട്ടാ ഇത് കൊടുക്കാൻ മേലെ, ഇത് കൊടുക്ക്, സ്ഥിരീകരിച്ച് ഇത്രയും ഇവരെല്ലാവരും കൊടുക്കുകയല്ലേ, അപ്പൊ കേട്ടി അടിച്ചിട്ടുണ്ടാവും, കൊടുക്കാം. അങ്ങനെ വേണ്ട, കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുത്തു. ഏറ്റവും അവസാനം നോക്കുമ്പോൾ ആരാന്നറിയോ? കേന്ദ്രമന്ത്രി കിരൺ റിജിജു ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മളെ തകർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിശ്വസിക്കണ്ടേ? ഇപ്പോ സംസ്ഥാന സർക്കാർ ഇവിടെ ഇടപെടുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഒരു മന്ത്രി അതിനെക്കുറിച്ച് എക്സിൽ ഒരു കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കും. ഈ മട്ടിൽ വിശ്വസിച്ചു കൊടുത്തവരാണ് കേരളത്തിലെ കുറെ മാധ്യമങ്ങൾ. കാരണം ഓക്കെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന്. സത്യത്തിൽ അതും പച്ചമുള്ളയാണ്. അപ്പോ ഒരു പദ്ധതി അവിടെയുണ്ട്. ഈ ജിങ്കോയിസത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുക, വസ്തുതകളിൽ നിന്ന് അകറ്റുക, ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് ഈ കണ്ണുകളെ കൊണ്ടുവന്ന് എത്തിക്കുക, ഇതെല്ലാം കച്ചവടമാക്കുക. ഇതെല്ലാം ഈ യുദ്ധമടക്കം കച്ചവടമാക്കുക എന്നുള്ള പദ്ധതിയിലേക്ക് ഈ മാധ്യമങ്ങൾ എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് തന്നെയാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം. ഇപ്പൊ മാധ്യമം റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു കാര്യമുണ്ട്. ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആ രീതി വളരെ മാറിയിരിക്കുന്നു പല മാധ്യമങ്ങളിലും. അതിപ്പോ പല കാരണങ്ങളും ഉണ്ടാവാം, സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ കൊണ്ടാവാം, അങ്ങനെ. പക്ഷെ അപ്പോൾ വസ്തുതയായി മാത്രമേ ക്യാരി ചെയ്തു എന്ന് ഉറപ്പുണ്ടാവണ്ടേ? ഇപ്പൊ നിങ്ങളിപ്പോ ഈ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലെ ഇത്തരം നുണപ്രചാരണങ്ങളെ പൊളിച്ച ഒരാൾ, ഒരു ഹീറോ എന്ന നിലയ്ക്ക് ഈ സംഘർഷ കാലത്ത് വന്ന ഒരാളാണ് ആൾട്ട് ന്യൂസ് എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിച്ച അതിന്റെ കോഫൗണ്ടറായ മുഹമ്മദ് സുബൈർ. പ്രതീകും മുഹമ്മദ് സുബൈറും കൂടെ ചേർന്നാണ് ആൾട്ട് ന്യൂസ് എന്ന് പറഞ്ഞൊരു പരിപാടി. എന്താ പറയുക, നമ്മളൊക്കെ ഈ കാണുന്ന ഈ നുണ എന്താണ് എന്ന്, ഈ വ്യാജ പ്രചാരണം എന്താണെന്ന് പൊളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പരിപാടിയായി ഇത്, ഈ ആൾട്ട് ന്യൂസ് എന്ന് പറയുന്നത്. അവര് എന്താ ചെയ്തതെന്നറിയോ? അപ്പൊ പാകിസ്ഥാൻ ആദ്യം കുറെ നുണ പ്രചരിപ്പിച്ചു. എന്താണെന്നറിയോ? നിങ്ങളൊക്കെ വീഡിയോ ഗെയിം കളിക്കാറുണ്ടാവില്ലേ? വീഡിയോ ഗെയിമുകൾ ഭയങ്കരമായ ഫയർ ചെയ്യുന്ന, ഫ്ലൈറ്റുകൾ വരുന്ന, ബോംബിടുന്ന വീഡിയോ ഗെയിമുകളില്ലേ? ഈ വീഡിയോ ഗെയിമിന്റെ ഫുട്ടേജുകൾ കട്ട് ചെയ്തിട്ട് ഇത് ഒറിജിനലായിട്ട് അവിടെ നടന്ന അറ്റാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി പ്രചരിപ്പിച്ചു. ഇത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ അടുത്ത് കൊടുക്കുകയാണ്. ഈ വീഡിയോ ഗെയിമിന്റെ ഫുട്ടേജുകൾ മാധ്യമങ്ങളുടെ അടുത്ത് കൊടുത്തു. അപ്പോ ഈ മുഹമ്മദ് സുബൈറും പ്രതീകും കൂടി ഇരുന്നിട്ട് മണിക്കൂറുകൾ കുത്തിയിരുന്ന് ഈ വീഡിയോ ഗെയിമിന്റെ ഫുട്ടേജുകൾ കൂടി കണ്ടിട്ടാണ് ഇതിൽ ഒറിജിനൽ ഏതാണ്, നുണ ഏതാണ് എന്ന് തെരഞ്ഞെടുത്തത്. ഉത്തരവാദിത്തമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ എന്താ ചെയ്തത്? അങ്ങനെ എവിടെയെങ്കിലും ഫാക്ട് ചെക്ക് ചെയ്ത് വസ്തുതാപരമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ട കണ്ടന്റ് മാത്രം കൊടുത്തു. അവർക്ക് ചിലപ്പോൾ 1ാം സ്ഥാനത്ത് എത്താൻ പറ്റില്ല, 1ാമത് ഓടാൻ പറ്റില്ല, ഏറ്റവും കൂടുതൽ ഐബോൾസ് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ തന്നെയാണ് അവർ മാധ്യമങ്ങൾ, അങ്ങനെ ഉത്തരവാദിത്തമുള്ള അപൂർവ മാധ്യമങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇതെല്ലാം എടുത്ത്
അങ്ങ് വിതരണം ചെയ്തു. മുമ്പ് യമനിലും സൗദി അറേബ്യയിലും പലസ്തീനിലും ഒക്കെ ഉണ്ടായ അറ്റാക്കുകളുടെ ഫുട്ടേജസ് എടുത്തിട്ട് ഇപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സംഘർഷത്തിൻ്റെതാണെന്ന് പറഞ്ഞ് ഈ മാധ്യമങ്ങൾ വിതരണം ചെയ്തു. നമുക്കൊരു കാര്യമല്ല, ഇപ്പം മരിച്ച വീട്ടിൽ ചെന്നാൽ അവന് ശവമായി കിടക്കണമെന്ന് ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? മെയിൻ ആവണം എന്ന് പറയുന്ന മറ്റുള്ള ഒരവസ്ഥ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും ഇപ്പോ റിപ്പോർട്ടർമാർക്ക് മെയിൻ ആവണം ചെന്ന് കഴിയുമ്പോൾ. കാരണം റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പോ ശ്രീദേവി എന്ന് പറയുന്ന നടി മരിച്ചു. നടി വാട്സപ്പിലാണ് മരിച്ചു കിടന്നത്. ഒരു ഹിന്ദി ചാനലിൽ ഞാൻ നോക്കുമ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ഒരു വാർത്തബിൽ കിടക്കുക. ശരിക്കും വാർത്തബിൽ കിടന്നിട്ടാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അത് അതുപോലെ ഞാൻ പറഞ്ഞത്, ഒരു മരണ വീട്ടിൽ ചെന്നാൽ ഒരു മരണം അറിയിക്കണമെങ്കിൽ അവിടെ ശവമായി കിടന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ രീതി. ആ മട്ടിൽ തന്നെയാണ് ഈ സംഘർഷ സാഹചര്യത്തിൽ പല ഹിന്ദി ചാനലിലും പട്ടാള യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ വാർത്ത വായിക്കാൻ ഇറങ്ങിയത്. ഇനി ഒരു കണ്ടന്റ്, ഒരു ഡേറ്റ എക്സ്പ്ലെയിൻ ചെയ്യാൻ, എക്സ്പ്ലെയിനേഴ്സ് അവതരിപ്പിക്കാൻ കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണമെങ്കിൽ ഒരു വേഷം നിന്നോട്ടെ, കുഴപ്പമില്ല. ഇതങ്ങനെയല്ല. ഇത് യുദ്ധകാഹളം മുഴക്കുകയാണ്. പച്ച നുണ ഇങ്ങനെ വിളിച്ചു പറയാണ്, ഇങ്ങനെ വേഷം കെട്ടി നിന്നിട്ട്. ഇതെന്താ എന്നിട്ട് സംഭവിച്ചതെന്നറിയോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടായി. സൈന്യം വളരെ വൃത്തിക്ക കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് റഫാൽ യുദ്ധവിമാനങ്ങൾ, നമ്മുടെ ഭയങ്കര അഭിമാനമായി ഫ്രാൻസിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന റഫാൽ യുദ്ധവിമാനങ്ങൾ, അത് ഈ സംഘർഷത്തിൽ പോയി പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉണ്ടാവുമ്പോൾ ഇത് വസ്തുതയാണോ എന്ന് സ്വാഭാവികമായും ജനങ്ങൾ ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും. സൈന്യത്തോട് ചോദിച്ചപ്പോൾ സൈന്യം കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? ഒരു യുദ്ധമാകുമ്പോൾ രണ്ടു പക്ഷത്തിൽ നഷ്ടം ഉണ്ടാവും, ലാഭം മാത്രമല്ല യുദ്ധം. ഇതാണ് സൈന്യം കൊടുത്ത മറുപടി. രാഷ്ട്രീയ നേതൃത്വം അത് സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ മാധ്യമങ്ങളതല്ല ചെയ്തത്. മാധ്യമങ്ങൾ പാകിസ്ഥാന്റെ വെടിവെച്ചിടാവുന്ന പരമാവധി വിമാനങ്ങളെ റിപ്പോർട്ടർമാർ വെടിവെച്ചിട്ടു. സൈന്യം വെടിവെച്ചിട്ട കാര്യം കൃത്യമായി നമുക്കറിയില്ല. പക്ഷെ റിപ്പോർട്ടർമാർ അത്രയധികം മാധ്യമങ്ങളെ വെടിവെച്ചിട്ടു. അവിടെ അത്രയധികം പ്രദേശങ്ങൾ, റാവൽപിണ്ടിയൊക്കെ തകർത്തു. ഇത് മാധ്യമങ്ങളാണ് ചെയ്തത്. ഈ വിഷയത്തെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ ഒരു ഭാഗത്ത് ശ്രമമുണ്ട്. ഇപ്പോൾ ബീഹാറിൽ ഇലക്ഷൻ നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗം കൂടിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് സംഭവിച്ചത് എന്താണെന്നറിയോ? സൈന്യത്തെ ഇപ്പോ ഈ സംഘർഷം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ സേനാ മേധാവികൾ വന്നിരുന്നിട്ടൊരു വാർത്താ സമ്മേളനം നടത്തി, ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു. അവിടെയാണ് ഈ നഷ്ടത്തെ കുറിച്ചൊക്കെ അവർ വസ്തുതാപരമായി പറയുന്നത്. വളരെ പ്രൊഫഷണലായ നിലപാടാണ് അവർ സ്വീകരിച്ചത്. സത്യസന്ധമായി പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വവും ഇതേക്കുറിച്ച് കൂടുതൽ മിണ്ടാൻ തയ്യാറായില്ല ആ സമയത്ത്. അതുകൊണ്ട് വലിയ തോതിൽ നമ്മൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നാണം കെട്ടില്ല. പാകിസ്ഥാനിലെ സേനാ മേധാവിമാർ വന്നൊരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ അവർ ചെയ്ത പണി എന്താണെന്നറിയാമോ? ഈ പാകിസ്ഥാനിലെ സേനാ മേധാവിമാർ ഈ ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ പച്ച നുണ മുഴുവൻ അവർ പ്രദർശിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ഇവന്മാരുടെ പരിപാടി. ഇവന്മാര് മറ്റേ ബോളിവുഡിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല, ബോളിവുഡിൽ സിനിമയിൽ കാണുന്ന യുദ്ധമാണ് ഒറിജിനൽ യുദ്ധം എന്നാണ് ഇവന്മാർ ധരിച്ചു വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് അപഹസിച്ചു. അങ്ങനെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുന്ന റിപ്പോർട്ടിംഗ് ആണ് ഈ സംഘർഷത്തിൽ മാധ്യമങ്ങൾ നടത്തിയത്. പല ലക്ഷ്യങ്ങളും പല താല്പര്യങ്ങളും അതിന് പിന്നിൽ ഉണ്ടാവാം എന്നുള്ളതാണ് വസ്തുത. അത് തന്നെയാണ് ഈ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം. എന്താണ് ഇതിന്റെ രാഷ്ട്രീയം എവിടെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അറിയോ? ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓണർഷിപ്പിലാണ് അതിന്റെ രാഷ്ട്രീയം ബന്ധപ്പെട്ടിരിക്കുന്നത്. ആരുടെയാണ് ഈ സ്ഥാപനം? ആരുടെയാണ് സ്ഥാപനം എന്നുള്ളത് ആ വ്യക്തിയുടെ അല്ല, ആ സംവിധാനത്തിന്റെ താല്പര്യങ്ങൾ ഈ സ്ഥാപനത്തിലൂടെ പ്രതിഫലിക്കും. അങ്ങനെ നോക്കിയാൽ എന്തിനാണ് ഈ കോർപ്പറേറ്റുകൾ ഇത്രയും വലിയ മാധ്യമ ബിസിനസ് നടത്തുന്നത് എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം കോടാനുകോടി ലാഭം കിട്ടുന്ന വേറെ പല ബിസിനസ്സും ചെയ്യാൻ കപ്പാസിറ്റിയുള്ള അംബാനിയെ പോലെയുള്ള അദാനിയെ പോലെയുള്ള വലിയ ബിസിനസ് ഭീമന്മാർ നഷ്ടക്കച്ചവടമായി മാധ്യമങ്ങൾ കൊണ്ടു നടക്കുക. നഷ്ടക്കച്ചവടമായിട്ട് അംബാനിയുടെ ബിസിനസ് അവർ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. കൂടുതൽ 42,000 കോടി രൂപയുടെ ബിസിനസ്സാണ് മാധ്യമ രംഗത്ത് അംബാനി ചെയ്യുന്നത്. അദാനി പുതിയ മുതലാളിയാണ്. NDTV അടക്കമുള്ള മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അവർ ഏറ്റെടുത്തു. താല്പര്യങ്ങളുണ്ട്. ഈ നഷ്ടത്തിൽ പോകുന്ന ഒരു കമ്പനിയെ ഏറ്റെടുത്തിട്ട് അത് ഇതുവരെ ലാഭത്തിലാക്കുകയല്ല, അതങ്ങ് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അവരുടെയൊക്കെ സമീപനം. എന്തിനാണ് ഇവർക്ക് കമ്പനികൾ?
ഏറ്റവും പ്രധാനമായി അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് വേണ്ടി വാർത്ത കൈകാര്യം ചെയ്യുക. അത് പ്രൊപ്പഗാൻഡ മെഷീനുകളായി പല മാധ്യമ സ്ഥാപനങ്ങളും പ്രവർത്തിക്കും. സ്വതന്ത്രമായി അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് അവിടെ വലിയ വിലയൊന്നുമില്ല. കാരണം എല്ലാവരുടെയും തലച്ചോറ് ഒരുപോലെ ആയിരിക്കും പ്രവർത്തിക്കുക. എഡിറ്റർമാരിപ്പോൾ ഇല്ല മാധ്യമങ്ങളിൽ എന്നുള്ള ഒരു പ്രശ്നമായി പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാ റിപ്പോർട്ടർമാരുടെയും തലക്കകത്തൊരു എഡിറ്റർ ഇരിപ്പുണ്ട്. എന്താണ്, ഞാൻ ഇനി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ സ്ഥാപനത്തിനൊരു പ്രശ്നം ഉണ്ടാവരുത് എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് ആർട്ടിക്കിൾ 90A മാറ്റി വെച്ചിട്ട് തലയിൽ ഇങ്ങനെ ഈ മെഷീൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് എല്ലാ റിപ്പോർട്ടർമാരും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 151 സ്ഥാനത്ത് നിൽക്കുന്നത്. നമുക്കപ്പോൾ എന്ത് അഭിപ്രായം പറയാൻ പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? സത്യത്തിൽ നമുക്ക് എല്ലാ അഭിപ്രായവും പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുണ്ടോ? മാധ്യമങ്ങൾക്ക് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം. പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് മാധ്യമങ്ങൾക്ക് മാധ്യമ സ്വാതന്ത്ര്യമായി കണക്കാക്കുന്നത്. അപ്പൊ പക്ഷെ എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വലിപ്പം എന്താണ്, അത് എത്രത്തോളം ആഴത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനകം എന്താണ്, അത് തിരിച്ചറിയാനുള്ള മെക്കാനിസം എന്താണ്, അതിലിപ്പം നമുക്ക് മുന്നിലുള്ള ഒരു സാധനം മാധ്യമങ്ങൾക്ക് എത്രത്തോളം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതാണ്. അത് 151 സ്ഥാനത്താണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും അവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യവും അത്ര പിന്നിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സത്യം തേടുക എന്നുള്ളത് മാത്രമേ നമുക്ക് മുന്നിലുള്ള മാർഗമുള്ളൂ. ഇപ്പോ ഫാക്ട് ചെക്കിനുള്ള ടൂളുകളുണ്ട്. നമ്മളൊരു വീഡിയോ കണ്ടാൽ വിശ്വസിക്കരുത് ഒറ്റയടിക്ക്. ദയവേത് സത്യമാണോ എന്ന് അന്വേഷിക്കാനുള്ള നമ്മുടേതായ മാർഗങ്ങൾ അവലംബിക്കണം. എല്ലാ ആരോപണങ്ങൾക്കും പിന്നിലും ഒരു രാഷ്ട്രീയം ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ഇപ്പൊ കേരളത്തിലെ സാഹചര്യമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ഇത്രയധികം ക്യാമ്പസിൽ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സംഘടന SFI ആണല്ലേ? അല്ലേ? ആണോ? നിങ്ങൾക്ക് തന്നെ സംശയം. അതാണ് ഇവിടുത്തെ അവസ്ഥ. ക്യാമ്പസിൽ കൊലപാതകങ്ങൾ ചെയ്തിട്ടില്ല സത്യത്തിൽ, പക്ഷേ ഏറ്റവും വലിയ അക്രമികളായി ചിത്രീകരിക്കപ്പെടുന്നത് SFI ആണ് എന്നുള്ളതാണ് വാസ്തവം. അത് ഞാനൊരു ഉദാഹരണം പറയാം. അഭിമന്യു കൊല്ലപ്പെട്ടു മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ. ഇപ്പൊ ഒരു ചർച്ചയിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ ആ ചർച്ചയിലെ മൊത്തം പാനലും ആളിക്കത്തുകയാണ്. അഭിമന്യുവാണ് കൊല്ലപ്പെട്ടത്, SFIയുടെ നേതാവാണ് കൊല്ലപ്പെട്ടത്. പക്ഷെ ഈ പാനൽ മുഴുവൻ കത്തുന്നത് SFIയുടെ അക്രമത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ അവിടെ പങ്കെടുക്കുന്ന ആളുകളിൽ ഒരാൾ ഇതിനെക്കുറിച്ച് ഘോരഘോരം SFIയുടെ അക്രമത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ശരി, അഭിമന്യു എന്ന ആള് NDF അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേര് അവർ കൊലപ്പെടുത്തി. അവരിൽ എത്ര പേര് SFIക്കാർ കൊലപ്പെടുത്തിയിട്ടുണ്ട് അത് പറയൂ. അപ്പൊ അങ്ങനെ ഒരു കണക്കില്ല. എന്താ ഇല്ലാത്തതിന് ആരെയും കൊന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് അങ്ങനെ നിരന്തരം അക്രമികളായി പ്ലേസ് ചെയ്യുന്നതിനകത്തൊരു കുഴപ്പമുണ്ട്. SFIക്കാരെല്ലാം അങ്ങനെ പരിശുദ്ധാത്മാക്കളാണെന്നൊന്നും ഞാൻ പറയില്ല. അവർ ക്യാമ്പസിൽ അത്യാവശ്യം അടിയും തല്ലും ഒക്കെ ഉണ്ടാക്കുന്നത് ഞാനും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഏറ്റവും വലിയ അക്രമികളും കൊലപാതകികളും ക്യാമ്പസിൽ ഇവരാണ് എന്ന് പറയുന്നത് പച്ച നുണയാണ്. പക്ഷെ അത് ധൈര്യപൂർവ്വം ഈ പറയുന്ന നുണയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പൊ ബ്രാൻഡി ഇവനും ആ പണ്ട് അവിടെയായിരുന്നു, ആ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടാണെന്ന് ആണ് ആദ്യം പറയുക. പക്ഷെ സത്യം എന്താണ്? ഇതിന്റെ കണക്കെടുത്ത് വേണ്ടേ നമ്മൾ കാര്യങ്ങൾ പറയാൻ? കണക്കെടുത്ത് വെച്ച് വേണ്ടേ കാര്യങ്ങൾ പറയാൻ? കണക്കെടുത്ത് വെച്ച് ഫാക്ട് എടുത്ത് വെച്ച് കാര്യങ്ങൾ പറയുന്നില്ല. നമ്മൾ ഫാക്ടിന്റെ പിന്നാലെ പോവുക എന്നതാണ് ആകെ ചെയ്യാനുള്ളത്. ഫാക്ട്, വസ്തുത. ആ വസ്തുത അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ എവിടെയാണ്, കേരളം എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്താ നമുക്ക് ഉണ്ടാവാന്നറിയോ? നമുക്ക് അഭിമാനം ഉണ്ടാവണം. നമ്മളുടെ സ്റ്റേറ്റ് കൊള്ളാം എന്നുള്ള അഭിമാനം ഉണ്ടാവണം. ഒറ്റ കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നെ അവസാനിപ്പിക്കാം. എന്താണെന്നറിയോ? 25 വർഷം മുമ്പ് കേരളം എന്ന് പറയുന്നത് വേറൊരു കേരളമായിരുന്നു. നിങ്ങൾക്കിപ്പോൾ 25 വർഷം എന്നുള്ളത് നിങ്ങൾക്കൊക്കെ വലിയ പഴയ ഒരു കാലം പോലെ തോന്നും. 25 വർഷം എന്ന് പറയുന്നത് ഇതിൽ ബഹുഭൂരിപക്ഷത്തിൽ. പക്ഷെ 25 വർഷം മുമ്പ് ഈ കേരളത്തിൽ പട്ടിണി ഉണ്ടായിരുന്നു. പട്ടിണി എന്ന് പറഞ്ഞാൽ കൊടിയ ദാരിദ്ര്യം. ആ സമയത്ത് കേരളത്തിലുണ്ടായ ഒരു പ്രോജക്റ്റാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. കുടുംബശ്രീ പോകുന്ന അമ്മമാരുടെ മക്കൾ പലരും ഇവിടെ കാണും, ഇല്ലേ? ഉണ്ട്. കുടുംബശ്രീ എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു എന്ന് ആർക്കെങ്കിലും അറിയാമോ? അന്ന് ആ പ്രോജക്റ്റ് വരുന്നത് എന്തിനാണ്? കുടുംബശ്രീ വന്നത്
സ്ത്രീ ശാക്തീകരണത്തിനാണെന്നാണ് നമ്മളെല്ലാവരും ഒറ്റയടിക്ക് പറയുക. പക്ഷെ സത്യത്തിൽ സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. 25 വർഷം മുമ്പ് പട്ടിണി ഉണ്ടായിരുന്ന സംസ്ഥാനത്തിൽ നിന്ന് നമ്മളിപ്പോ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി വളർന്നിട്ടുണ്ട്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട്. പണ്ട് അയൽപക്കത്തുനിന്ന് വെളിച്ചെണ്ണ നമുക്ക് വരണമായിരുന്നു, അയൽപക്കത്തുനിന്ന് പഞ്ചസാര വരണമായിരുന്നു, അയൽപക്കത്തുനിന്ന് ഉപ്പ് വരണമായിരുന്നു എന്ന സ്ഥിതിയിൽ നിന്ന് കേരളത്തിലെ ഏതാണ്ട് എല്ലാ കുടുംബങ്ങളും സമ്പൂർണ്ണമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു സുന്ദരമായ കാലമായി മറ്റൊരു തരത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അയൽപക്ക ബന്ധങ്ങളെയൊക്കെ. പക്ഷെ ഇപ്പുറത്ത് അടുപ്പ് പുകയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരേണ്ടി വരുന്നത് എന്നുള്ള സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ പഴയ കാലവും എല്ലാ ഓർമ്മകളും അത്ര സുന്ദരമൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഒരു മാറ്റമുണ്ടായ ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നർ എന്താണ് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകുന്നു എന്ന് പറയുമ്പോൾ പൊഴുത്തുന്ന ഫോറിൻ റെമിറ്റൻസ് ഏറ്റവും നന്നായി എത്തുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. ഏറ്റവും കൂടുതൽ വഴികളുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് അഭിമാനത്തോടെ പറയേണ്ടത്. ഇവിടെ കേസിന്റെ എണ്ണം കൂടുതൽ എന്നുള്ളതല്ല നമ്മൾ കണക്കാക്കേണ്ടത്. എന്താണ് എല്ലാ കേസുകളും, എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഇവിടെ ഒരു കേസായി മാറുന്നു എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എന്താണ് കണക്ക് വെച്ച് പറയാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ എല്ലാ മാധ്യമങ്ങളും എടുത്ത് പരിശോധിച്ച് കേരളത്തിൽ ബാറുകൾ അങ്ങനെ അനുവദിക്കുകയാണ് എന്ന് പറയും. ശരിയാണ്. ഞാനും നോക്കുമ്പോൾ ഞാൻ ഇടുക്കിയിലാണ് എൻ്റെ വീട്. എറണാകുളത്ത് നിന്ന് ഇടുക്കിക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ബാറുകൾ ഇങ്ങനെ കാണാം. പക്ഷെ അതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അവിടെ ടൂറിസം ഡെവലപ്മെന്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, ബാറുകൾ ആവശ്യമുണ്ട്. ആ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കേരളത്തിൽ മദ്യപാനികളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ, മദ്യ ഉപഭോഗം കൂടിയിട്ടുണ്ടോ, പ്രതിശീർഷ മദ്യ ഉപഭോഗം അത് കൂടിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അത് കുറവാണ്. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഭയങ്കര മദ്യം ഒഴുകുന്നു, അതുകൊണ്ട് എല്ലാവരും കുടിയന്മാരായി എന്നാണോ? അല്ല, മദ്യ ഉപഭോഗം കുറഞ്ഞു എന്നുള്ള വസ്തുത തന്നെയാണ് നമ്മൾ ആ ഫാക്റ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. മാധ്യമങ്ങൾ പറയുന്നതിലേക്കല്ല, അവർ ഉയർത്തുന്ന ആരോപണങ്ങളിലേക്കല്ല. അതിന് പിന്നിൽ വല്ല അഴിമതിയൊക്കെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. പക്ഷെ അതിലേക്ക് പോകാനോ ആ അഴിമതി പുറത്തു കൊണ്ടുവരാനോ ഒന്നും മാധ്യമങ്ങൾ മെനക്കെടാറുമില്ല. അതായത് കണ്ണിൽ പൊടിയിടുന്ന ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും മാധ്യമങ്ങൾ ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള വസ്തുതകൾ നേരത്തെ പറഞ്ഞു, വിദേശത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നു. പക്ഷെ അതിലെ വസ്തുത നമ്മൾ തന്നെ അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ എന്താണ് കേരളത്തിൽ നിന്നല്ല പോകുന്നത്. കേരളത്തിൽ വേറെ ഒത്തിരി സൗകര്യങ്ങളുണ്ട്, കേരളത്തിൽ സാധ്യതകളുണ്ട്. ആ സാധ്യത കേരളത്തിലുള്ള ആളുകൾ പ്രയോജനപ്പെടുന്നുണ്ട്. വ്യവസായ സ്ഥാപനങ്ങളെല്ലാം പൂട്ടുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയാം. അതിലെ ആ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതങ്ങനെ ഏൽക്കുന്നില്ല. കാരണം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ വ്യാവസായികമായി കുറെ കൂടി പുരോഗതി ഉണ്ടാവുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളത് അത് എത്രത്തോളം ആ മുദ്രാവാക്യത്തെ അല്ലെങ്കിൽ ആ പ്രയോഗത്തെ രാഷ്ട്രീയമായി വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മാധ്യമങ്ങൾ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കേരളമല്ല, അതിനപ്പുറത്ത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ ഒട്ടേറെയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു പരിധിവരെ മാധ്യമങ്ങളുടെ നിരന്തര വിമർശനം അതിൽ ചില തരത്തിലൊക്കെ ചില മേഖലകളിലെങ്കിലും നമുക്ക് ഗുണമായിട്ടുണ്ട്. അതിലേറെ ദോഷവും ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മളെ അപമാനിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അപമാനിക്കുന്ന മാധ്യമ പ്രവർത്തകരും മാധ്യമ ഉടമകളും എല്ലാം ഇവിടെയുണ്ട്. അത്തരം ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റുകളുടെ ഉടമസ്ഥതയിൽ ഈ കാര്യങ്ങൾ നിൽക്കുമ്പോൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരുകൾക്കും ഭരണകൂടങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെയാണ് അവരുടെ വാർത്തകൾ ഉണ്ടാവുക. ഒരൊറ്റ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് വാർത്തകളെ മുഴുവൻ നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനും കഴിയുന്ന ഒരു സംവിധാനമായി ഈ കോർപ്പറേറ്റുകളുടെ മാധ്യമ സ്ഥാപനങ്ങൾ മാറിയിട്ടുണ്ട്. അതിന് കർഷക സമരം അടക്കം നമുക്ക് മുന്നിലുള്ള വ്യക്തമായ തെളിവുകളാണ് എന്നുകൂടിയാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. ഒരൊറ്റ വാട്സാപ്പ് മെസ്സേജിൽ കർഷക സമരത്തിൽ എന്താണ് ഇന്ത്യയിലെ 28 മാധ്യമ സ്ഥാപനങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്ന് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ടോപ്പ് മാനേജ്മെന്റ് ഒരൊറ്റ മെസ്സേജിലൂടെ തീരുമാനിച്ചിട്ടുണ്ട്. അതിവിടെയാണ് അത് നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അങ്ങനെയാണ് ഈ രാഷ്ട്രീയം, ഈ താല്പര്യങ്ങൾ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് വസ്തുതയ്ക്ക് വേണ്ടി നമ്മൾ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുക. പിന്നെ പരസ്യങ്ങളുടെ താല്പര്യങ്ങൾ വേറൊരു തരത്തിൽ വരും. നമ്മൾ പറഞ്ഞു പോകാനാണെങ്കിൽ ഇങ്ങനെ ധാരാളമുണ്ട്. കാരണം പണ്ട് ഒരു 1984 ഒരു പത്രസ്ഥാപനത്തിന്റെ പരസ്യ വരുമാനം എന്നുള്ളതല്ലോ, അത് പരസ്യ വരുമാനം എന്നുള്ളത് വെറും 15% 85%
അതിന്റെ വരുമാനം എന്ന് പറയുന്നത് വരിക്കാരിൽ നിന്നുള്ള വരുമാനമായിരുന്നു, വരി സംഖ്യയിൽ നിന്നുള്ള വരുമാനം. ഇപ്പൊ അങ്ങനെയല്ല, 15% വരിസംഖ്യയും 85% പരസ്യവുമാണ്. ടെലിവിഷനിൽ അത് പിന്നെ 90% മേൽ ഈ പരസ്യത്തിൽ നിന്ന് മാത്രമുള്ള വരുമാനമാണ്. അപ്പൊ ആരുടെ താല്പര്യമാണ് അവിടെ പ്രവർത്തിക്കുക? ഇനി ഒരു പ്രധാനപ്പെട്ട കണക്ക് കൂടിയുണ്ട്. 30% മാധ്യമ സ്ഥാപനങ്ങളുടെയും വരുമാനത്തിന്റെ പകുതിയിലേറെ, ടെലിവിഷൻ ചാനലുകളുടെ വരുമാനത്തിന്റെ പകുതിയിലേറെ സർക്കാർ പരസ്യങ്ങളാണ്. 30 മാധ്യമ സ്ഥാപനങ്ങളുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ പകുതിയിലേറെ വരുമാനം സർക്കാരിന്റെ പരസ്യമാണ്. അപ്പൊ ആ താല്പര്യം സംരക്ഷിക്കട്ടെ. അപ്പൊ ഇങ്ങനെയാണ് ഈ മാധ്യമങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോട് വസ്തുതയ്ക്ക് വേണ്ടി അവനവൻ അന്വേഷിക്കുക എന്നതുകൂടിയാണ് ചെയ്യാനുള്ളത്. ഇപ്പൊ നിങ്ങൾ നരിവേട്ട എല്ലാവരും കണ്ടോ? ആരെങ്കിലും ഒക്കെ കണ്ടോ നരിവേട്ട? കണ്ടോ? കണ്ടില്ല? എന്നാ പെട്ടെന്ന് പോയി കാണണം. കാരണം ചരിത്രം പറയുന്ന ഒരു സിനിമയാണ്. ചരിത്രം നമുക്ക് മുന്നിൽ അടയാളപ്പെടുത്തിയ, നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള ഒരു കാലം, 2003 കേരളത്തിൽ നടന്ന, വയനാട്ടിൽ നടന്ന മൃഗീയമായ ഒരു നരനായാട്ടിന്റെ ചരിത്രം പറയുന്ന ഒരു സിനിമയത്. അതിന്റെ വസ്തുത അറിയാൻ നമ്മൾ അന്വേഷിച്ചു പോകണം. അതാ സത്യം എന്താ. നിങ്ങൾ നേരത്തെ പറഞ്ഞ എമ്പുരാൻ കണ്ടിട്ട് സത്യം എന്താണെന്ന് അറിയാൻ ഒത്തിരി പേര് ഗൂഗിളിൽ തിരഞ്ഞില്ലേ, ഗുജറാത്തിലെ കലാപം എന്താണെന്ന് അറിയാൻ. അപ്പൊ ഇതും നിങ്ങൾ അതിന്റെ വസ്തുത അറിയാൻ അന്വേഷിച്ചു പോകണം. മാധ്യമങ്ങൾ പറയുന്നത് മാത്രം പൂർണ്ണമായി വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാധ്യമങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇനിയും ദീർഘദീർഘം നമുക്ക് പറയാനുണ്ട്.